ഇവിടെ വന്നിരിക്കുന്നത് ഹെരഫൻ്റാണ്. ഇരട്ട മുഖമാണ്. രണ്ട് രീതിയിൽ പെരുമാറും. ചിലപ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടി പെരുമാറും. ചില സമയത്ത് ഇതേ വ്യക്തിയാണോ പെരുമാറുന്നത് എന്ന് പോലും നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു മുഖഭാവമായിരിക്കും, പെരുമാറ്റമായിരിക്കും ഈ വ്യക്തിക്ക്. ഇനി വന്നിരിക്കുന്നത് കിങ് പെൻറ്റക്കിളാണ്. നിങ്ങളെ ഹൃദയത്തിൽ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് നല്ല താല്പര്യമാണ്. പക്ഷേ ഈ ഹെരഫൻറ്റിൻ്റെ പോലെ ചില സമയത്ത് പെരുമാറും. ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര വെറുപ്പോടുകൂടി പെരുമാറും. ഇനി ചില സമയത്ത് 5 ആണ്ടാണ്. ഒരു കാര്യമില്ലാതെ വഴക്കിന് നിൽക്കും. നിങ്ങൾക്ക് പോലും അറിയില്ല ഇതൊരു വഴക്കിനുള്ള കാരണമാണോ എന്ന്. അത്ര നിസ്സാര കാരണങ്ങളിൽ നിങ്ങളുമായിട്ട് വഴക്കിടും. അത് വലിയ പ്രശ്നമായി മാറും, ബ്രേക്കപ്പ് ആവും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വഴക്കുണ്ടാവുക. ഇനി 8 ആണ്ടാണ്. ആദ്യത്തെ ആ താല്പര്യം അവർക്ക് നിങ്ങളോട് ഇല്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നില്ലേ? ആ പ്രണയത്തിനൊരു മങ്ങലേറ്റു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് മറ്റൊരാൾ നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു. ഇപ്പോൾ വഴക്കിനാണ് കൂടുതൽ താല്പര്യം. നിങ്ങളോട് താല്പര്യമില്ലാത്ത പോലെ പെരുമാറുക, ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറുക. എന്നാൽ കിങ് പെൻറ്റക്കിൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി സണ്ണാണ് വന്നിരിക്കുന്നത്. മുജന്മ ബന്ധമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിന് വിപരീതമാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന്. എന്നാൽ അത് തെറ്റാണ്. സണ്ണ് പറയുന്നു നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ടെന്ന്. എന്നാൽ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം ധാരാളമുണ്ട്. ഇല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നൊരു പ്രായമായ ലേഡി ഉണ്ട്. അവരാരുടെയോ കൺട്രോളിലാണ്. അതും നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നിങ്ങളോട് ഇരട്ട മുഖം കാണിക്കാൻ കാരണമാവുന്നുണ്ട്. അവരനുഭവിക്കുന്ന ടെൻഷനായിരിക്കാം നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. ഇനി 6 കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് എപ്പോഴും മുന്നോട്ട് പോകണം എന്നുള്ള ആളാണ്. കുടുംബമായി ജീവിക്കണം എന്നുള്ള ആളാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുന്ന ആളാണ്. എന്നാൽ അവർക്ക് കിട്ടുന്നത് 8 കപ്പാണ്. എപ്പോഴും വിരഹമാണ് അവർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വിരഹമാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കിടയിലെ തന്നെ ഈ ആവശ്യമില്ലാത്ത നിസ്സാര കാര്യത്തിനുള്ള വഴക്കാവാം, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന മറ്റൊരാളുള്ളത് കൊണ്ടാവാം. ഇനി വന്നിരിക്കുന്ന 7 വാണ്ടാണ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നുകയാണ് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരികയാണ് ഞാൻ എല്ലാ വെല്ലുവിളികളെയും. എനിക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന ആൾ എന്നെ പലപ്പോഴും കൈവിടുകയാണ്, എന്നോട് അവർക്ക് സ്നേഹമില്ല, ഇങ്ങനെ തോന്നുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ട്രോമ തന്നെ ആയി മാറുകയാണ് ലൈഫ്. അതാണ് 10 സോഡ്സ് പറയുന്നത്. ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല, പുറകോട്ട് പോകാനും കഴിയുന്നില്ല, ഇതിൽ തുടരാനും കഴിയുന്നില്ല. ആത്മപീഡനങ്ങൾ, ട്രോമ, അതാണ് 10 സോഡ്സ് പറയുന്നത്. ഈ പ്രണയത്തിൽ സന്തോഷമല്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. കണ്ടോ, കുതിരകൾ മുന്നോട്ട് പോയില്ല. നിങ്ങളതിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് എന്നറിയുന്നത്.